ബലിപെരുന്നാൾ ആഘോഷത്തിലേക്ക് ഒമാനും പ്രവാസികളുടെ നേതൃത്വത്തിലും പള്ളികളിലും ഈദ് മുസല്ലകളിലും പെരുന്നാൾ നിസ്കാരങ്ങൾ സംഘടിപ്പിക്കും. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് 645 തടവുകാർക്ക് ഒമാൻ സുൽത്താൻ മാപ്പ് നൽകി. ബലിപെരുന്നാളിനെ വരവേൽക്കാനായി ഒമാനും ഒരുങ്ങിയിട്ടുണ്ട്. ബലിയർപ്പിക്കാൻ ഒരുക്കം നടത്തിയും പെരുന്നാൾ ആഘോഷിക്കാൻ പുതുവസ്ത്രങ്ങൾ തിരഞ്ഞും ഭക്ഷണ സാമഗ്രികൾ വാങ്ങുന്നതിൻ്റെയും തിരക്കിലാണ് നാടും നഗരവും. പെരുന്നാൾ നിസ്കാരത്തിനായി രാജ്യത്തെ മസ്ജിദുകൾ തയ്യാറെടുത്തിട്ടുണ്ട്. പ്രവാസികളുടെ നേതൃത്വത്തിലും പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നിസ്കാരങ്ങൾ സംഘടിപ്പിക്കും. സ്കൂൾ അവധിയും ബലിപെരുന്നാൾ ഒഴിവു ദിനങ്ങളും ഒരുമിച്ച് വന്നതോടെ പ്രവാസികൾക്കും ആഘോഷങ്ങൾക്ക് കൂടുതൽ സൗകര്യമായിട്ടുണ്ട്. സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിൻ്റെ പെരുന്നാൾ നിസ്കാരം നിസ്വ സുൽത്താൻ കാബൂസ് മസ്ജിദിലാണ്. രാജകുടുംബാംഗങ്ങൾ, മന്ത്രിമാർ, ഉപദേശകർ, സുൽത്താൻ്റെ സായുധ സേനയുടെ കമാൻഡർമാർ, റോയൽ ഒമാൻ പോലീസ്, മറ്റ് സുരക്ഷാ ഏജൻസികൾ തുടങ്ങി നിരവധി പ്രമുഖർ നിസ്വ സുൽത്താൻ കാബൂസ് മസ്ജിദിൽ പ്രാർത്ഥനയിൽ പങ്കാളികളാകും. അതേസമയം ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഒമാനിൽ വിവിധ ജയിലുകളിൽ കഴിയുന്ന 645 തടവുകാർക്ക് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് പ്രത്യേക മാപ്പ് നൽകി. മാപ്പ് ലഭിച്ചവരിൽ ഒമാനി പൗരന്മാരും വിദേശ പൗരന്മാരും ഉൾപ്പെടുന്നുണ്ട്. രാജ്യത്തെ പൗരന്മാർക്കും താമസക്കാർക്കും അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ രാജാക്കന്മാർക്കും നേതാക്കൾക്കും സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് പെരുന്നാൾ ആശംസകൾ നേർന്നു. മീഡിയ 1, മസ്കത്ത്.